എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വെറുതെ യൂട്യൂബിൽ എടുത്ത് നോക്കിയത്. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഞാനെല്ലാം എനിക്ക് കുറേ എൻ്റെ മുമ്പ് ചെയ്ത വീഡിയോൻ്റെ കമൻ്റെല്ലാം ഞാനെടുത്ത് വായിച്ചു നോക്കും. വെറുതെ ഒരു രസമല്ലേ, നമുക്ക് ആകെ 5 കമൻറ്റ് കിട്ടില്ല. അപ്പോൾ അതിങ്ങനെ എനിക്ക് കമൻറ്റ് കിട്ടീനെന്നുള്ളത് ഇങ്ങനെ എടുത്ത് വായിച്ചു നോക്കും. അപ്പം അങ്ങനെ വായിച്ചു നോക്കുന്ന കൂട്ടത്തിൽ ഒരു വീഡിയോക്ക് ഏകദേശം 500-600 കമൻറ്റുകൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ മുന്നേ ഇതിനെക്കുറിച്ചെല്ലാം വീഡിയോ ചെയ്തതാണ്. അതായത് ഏതാണ് വീഡിയോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ തസ്മൈ ശ്രീ ഗുരുജി അതിൻ്റെ SMS മെഡിറ്റേഷനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോൻ്റെ താഴെയാണ് കുറേ കമൻറ്റ്. ഞാനെല്ലാം വായിച്ചു നോക്കി. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം 600 കമൻറ്റാണ്. ഇത്ര 654 അങ്ങറ്റം കമൻറ്റാണ് ഒരു വീഡിയോന്. അപ്പോൾ അതിൻ്റെ മറുപടി കുറേ കമൻ്റ് അതിൽ കിട്ടിയപ്പോൾ ഞാൻ ആ കമൻറ്റിന് മറുപടി ചെയ്തിട്ട് ഒരു വീഡിയോ ഇട്ടിനായിരുന്നു. അപ്പോൾ ആ വീഡിയോനും ഉണ്ട് ഒരുപാട് കമൻറ്റ്. ഞാനെല്ലാം വായിച്ചു നോക്കി. കുറേ ഒന്നും കാണുന്നില്ല. അത് എങ്ങനെ എടുക്കേണ്ടതെന്നൊന്നും എനിക്ക് അറിയില്ല. കുറേ കമൻറ്റ് 600ൻ്റെ മേലെ കാണുന്നുണ്ട്. പക്ഷേ എങ്കിൽ എനിക്കാകെ 100-200 കമൻറ്റ് വായിക്കാൻ കിട്ടുന്നുള്ളൂ. ബാക്കിയൊന്നും കാണുന്നില്ല. എന്താ സംഭവം എന്നറിയുന്നില്ല. പിന്നെ അതെങ്ങനെ എടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതെല്ലാം എനിക്ക് അതിനെക്കുറിച്ച് വലിയ വിവരമൊന്നുമില്ല. അത് പോട്ടെ, അതുകൂടെ. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ കമൻ്റൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു കമൻറ്റ് കണ്ടു. ആ കമൻറ്റ് ഞാൻ ഇടിയിട്ടാണ്. അപ്പോൾ അതിൽ ചോദിക്കുന്ന എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഹിന്ദു മതത്തിനെ കുറിച്ച്, അതായത് ഹിന്ദു മതത്തിനെ കുറിച്ച് ആർക്കും എന്തും പറയാമെന്നുള്ള ഒരു ധാരണയുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, SMS മെഡിറ്റേഷനെ കുറിച്ച് പറഞ്ഞാൽ എങ്ങനെ ഹിന്ദു മതത്തിൻ്റെ എതിരായിട്ട് പറയുന്നു വരുക? അതൊന്ന്. പിന്നെ വേറൊരു കമൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സനാതന ധർമ്മത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, നിങ്ങൾ ചാണകക്കുഴിയിലാണ് കിടക്കുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് വേറൊരു കമൻറ്റ്. ഓക്കെ, രണ്ടും ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ പറയുന്നത് ഈ തസ്മൈ ശ്രീ ഗുരുജി ഈ എന്തെങ്കിലും ഒരു സംഭവം കണ്ടുപിടിച്ചിട്ട് പറയുന്നതാണെങ്കിൽ അത് തസ്മൈ ശ്രീ ഗുരുജീൻ്റെ മതമാണ്. മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ക്രിസ്തു മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ അനുഭാവികൾ, ക്രിസ്തു എന്താണോ പറഞ്ഞത് അതനുസരിക്കുന്ന അനുഭാവികൾ. ഇസ്ലാം മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് നബി എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് ഫോളോ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അതേപോലെ ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ എന്താണെന്നും സനാതന ധർമ്മം എന്താണെന്നും രണ്ടും നമുക്ക് അറിയണം, അല്ലേ? ഹിന്ദു മതം എന്ന് പറയുന്നതും സനാതന ധർമ്മം എന്ന് പറയുന്നതും രണ്ടും ഒന്ന് തന്നെയാണ്. ഹിന്ദു മതത്തിൻ്റെ മറ്റൊരു പേരാണ് സനാതന ധർമ്മം എന്നുള്ളത്. അത് രണ്ടും ഈ കമൻ്റ് ഇട്ടവർക്ക് അറിയുന്നില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം മാറിപ്പോന്നു. അപ്പോൾ ഇതിൽ കമൻ്റ് ഇട്ടിട്ട് ഇങ്ങനെ ഒരു കമൻ്റ് ഇട്ട കണ്ടുകൊണ്ട് ഞാൻ ആ കമൻ്റ് ഇട്ട ആളോട് എനിക്ക് യാതൊരു വിരോധവും ഇല്ല, അത് ആദ്യമേ പറയാം. ഇനി തസ്മൈ ഗുരുജിയോടും എനിക്ക് യാതൊരുവിധ വിരോധവും ഇല്ല. കാരണം തസ്മൈ ഗുരുജി SMS മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് അയാളുടെ മതമാണ്. അയാൾക്ക് വെച്ചാൽ ഇതിൻ്റെ ലാസ്റ്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാവും ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത്. അതായത് ഈ മതത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ജീവൻ മുക്തിയാണ്. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി തരില്ല. മോക്ഷം, ഹിന്ദു മതത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് മോക്ഷത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അത് മോക്ഷത്തിലേക്ക് എത്താൻ വേണ്ടി പല ആൾക്കാരും പല വഴികളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന മഹർഷിമാർ, മുനിമാർ, സന്യാസിമാർ, പിന്നെ പല ആൾക്കാരും പല വഴികൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ശങ്കരാചാര്യരായിക്കോട്ടെ, ശ്രീനാരായണ ഗുരു ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒരുപാട് ഭോഗർ സിദ്ധർ, പുലിപ്പാണി സിദ്ധർ, പിന്നെ മഹാവതാർ ബാബാജി, ഇങ്ങനെ തുടങ്ങുന്ന ഒരു നീണ്ട നിര തന്നെയുണ്ട്. നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ തുടങ്ങുന്ന ഒരു നീണ്ട നിര തന്നെയുണ്ട്. ഇവരൊക്കെ കാലാകാലങ്ങളായിട്ട് വന്നിട്ട് ഈ ജീവൻ മുക്തി, അതായത് മോക്ഷം എങ്ങനെ നേടാം എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് അവരുടേതായ ഓരോരോ വഴികൾ, അതായത് ഹിന്ദു മതം എന്ന് പറയുന്ന അല്ലെ സനാതന ധർമ്മം എന്ന് പറയുന്ന ഇതിൽ കുറച്ച് വഴികൾ ആദ്യമേ എഴുതപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ വഴികളിൽ അത് കുറച്ച് കഷ്ടപ്പാടാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ
ജീവൻ മുക്തി കിട്ടും എന്നുള്ളത് വെച്ചിട്ട് അവർ കുറേ വഴികൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നല്ല ഞാൻ പറയാൻ പോകുന്നത്, അവർ പറഞ്ഞത് എന്താണെന്നല്ല ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ അപ്പോൾ ഈ കമൻറ്റിന് മറുപടി ആയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഈ കമൻറ്റിന് മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞത് ഹിന്ദു മതത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞതെന്ന് അല്ല. ഞാൻ പറഞ്ഞത് ഈ SMS മെഡിറ്റേഷനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഒന്നത്. പിന്നെ സനാതനധർമ്മം എന്താണെന്ന് നിങ്ങൾ അറിയണം എന്നുള്ളത്. ഓക്കെ, ഇത് രണ്ടും എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഇതിൽ എൻ്റെ മുത്തച്ഛനും അച്ഛനും എല്ലാം പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതിലെന്തെങ്കിലും മാറ്റമോ വ്യത്യാസം ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എന്ന് വെച്ചാൽ അവർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അറിയില്ലൂ. അപ്പോൾ അത് ചെറുപ്പത്തിലേ പഠിച്ച കുറച്ച് കാര്യങ്ങൾ അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിൽ എന്തെങ്കിലും തെറ്റ് കുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഇനി അതുമായിട്ട് എൻ്റെ തലയിൽ കയറാൻ വരാൻ പാടില്ല. എന്താ വെച്ചാൽ എനിക്ക് പഠിപ്പിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, അതിൻ്റെ കൂടുതലൊന്നും എനിക്കറിയില്ല. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അതിൽ തെറ്റുകുറ്റങ്ങൾ നിങ്ങൾ പറഞ്ഞു, പ്രശ്നമില്ല. തെറ്റുകുറ്റങ്ങളൊന്നും പറയുന്നില്ല. ഇപ്പം അത് നമ്മളെ ഒരു അനിയനെ പോലെയോ അല്ലെങ്കിൽ ശത്രുവിനെ പോലെയോ അല്ലെങ്കിൽ ഒരു ഇതിനെ പോലെയോ കണ്ടിട്ട് നിങ്ങൾ പറഞ്ഞോ. ഓക്കെ, പിന്നെ അടിക്കും കുത്തും തല്ലും എന്നെല്ലാം പറയുന്നത് ഞാനൊരു കണ്ണൂരുകാരനാണ്. അതിലൊന്നും എനിക്ക് വലിയ പേടിയൊന്നുമില്ല. ഓക്കെ, ഇനി അടിക്കും തല്ലും കുത്തും എന്നെല്ലാം പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നു. ഓക്കെ, അതും പ്രശ്നമില്ല. പക്ഷേ ഞാൻ അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറയും, അതെന്ത് ചെയ്താലും പറയും. പിന്നെ ഇത് മെയിൻ കാരണം ഇത് വീഡിയോ ഇടാൻ എൻ്റെ നിങ്ങൾക്ക് വന്ന തെറ്റിദ്ധാരണ തിരുത്തുക എന്നുള്ളതാണ്. ഞാൻ ഇയാളെക്കുറിച്ചാണ് പറഞ്ഞിന്, അല്ലാതെ ഹിന്ദു മതത്തിനെ കുറിച്ചോ സനാതന ധർമ്മത്തിനെ കുറിച്ചോ അല്ല പറഞ്ഞത്. ഇയാൾ പറഞ്ഞതെന്താണോ അത് ഇയാളുടെ അതിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഓക്കെ, അതാ ഞാൻ പറഞ്ഞു. അത് 14 ഡയമെൻഷൻ്റെ കാര്യം അയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു 14 ഡയമെൻഷൻ ഇതുവരെ ശാസ്ത്രം കണ്ടെത്തിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റ് സർഫസിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ്, ഒരു ചെറിയൊരു ഉറുമ്പാണെന്ന് വിചാരിക്കും, ഒരു മേശപ്പുറത്ത് ജീവിക്കുന്ന ഒരു ഉറുമ്പ്. എന്നും ഞാൻ അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞ് മടുത്തു. പക്ഷെ എന്നാലും പറയുന്നു, ഒരു ഫ്ലാറ്റ് സർഫസിൽ ജീവിക്കുന്ന ഒരു മേശ എടുക്കാം നമുക്ക്. ഒരു മേശേൻ്റെ പുറത്ത് മാത്രം ജീവിക്കുന്ന ഒരു ചെറിയൊരു ബാക്ടീരിയ എന്ന് വിചാരിച്ചു. ഈ ബാക്ടീരിയക്ക് എന്ത് ചെയ്യാൻ പറ്റൂല. അതായത് ഈ ബാക്ടീരിയക്ക് ഇടത്തോട്ടും വലത്തോട്ടും പിന്നെ മുമ്പോട്ടും മാത്രമേ സഞ്ചരിക്കാൻ പറ്റൂ. ഹൈറ്റ് ഇല്ല അതിന്. ഓക്കെ, അതിനറിയില്ല. അപ്പോൾ ആ മേശേൻ്റെ പുറത്ത് നിൽക്കുന്ന എനിക്ക് എന്തുണ്ട്, ഈ ബാക്ടീരിയനെ കാണാനും അറിയാനും ഇതേടത്തേക്കൊക്കെ പോകുന്നു എന്നുള്ളതൊക്കെ എനിക്ക് പറയാൻ പറ്റും. പക്ഷെ ഈ ബാക്ടീരിയക്ക് അറിയില്ല ഞാൻ നോക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഏരിയ 3D ഡയമെൻഷനല്ല. പിന്നെ ഫോർത്ത് ഡയമെൻഷനായിട്ട് സമയവും കൂടെ കൂട്ടുന്നുണ്ട്. അതും ഇപ്പോഴത്തെ ശാസ്ത്രകാരന്മാർ ഉറപ്പിച്ചിട്ടില്ല അത് ഫോർത്ത് ഡയമെൻഷൻ ആണോ എന്നുള്ളതൊന്നും. അത് വേറെ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3D ഡയമെൻഷനിൽ ജീവിക്കുന്ന ജീവിക്ക് അറിയില്ല ഫോർത്ത് ഡയമെൻഷനിൽ ജീവിക്കുന്ന ഒരു ജീവി ഉണ്ടെങ്കിൽ. അത് ശാസ്ത്രം പറയുന്നുണ്ട്, ഫോർത്ത് ഡയമെൻഷൻ ഉണ്ടാവാം, ഫിഫ്ത്ത് ഡയമെൻഷൻ ഉണ്ടാവാം, സിക്സ്ത് ഡയമെൻഷൻ ഉണ്ടാവും. എന്നുവെച്ചാൽ 2D ഉണ്ട്, 3D ഉണ്ട്. അപ്പോൾ ഫോർത്തും ഉണ്ടാവും, ഫിഫ്ത്തും ഉണ്ടാവും, സിക്സ്ത്തും ഉണ്ടാവും. പക്ഷെ അത് ഈ പേപ്പറിൽ മാത്രമേ ഉള്ളൂ. അത് ആർക്കും അറിയാൻ പറ്റിയില്ല ഫോർത്ത് ഡയമെൻഷനിലുള്ള ഒരാൾ ഇങ്ങോട്ട് വരുമോ. അതുകൊണ്ടാണ് ഞാൻ 3D സിനിമേനെ കുറിച്ചും 4D സിനിമേനെ കുറിച്ചൊക്കെ പറഞ്ഞത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് വേറെ ഒരാൾ കമൻറ്റ് ഇട്ടില്ല. അതുപോലെ വ്യാഖ്യാനിച്ചാൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, ഇങ്ങനെ കുറേ കമൻറ്റുകൾ അതിൽ വരുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 4D ഡയമെൻഷനിൽ നിന്ന് ഇയാളെ കാണാൻ വരണമെങ്കിൽ 4D ഡയമെൻഷൻ എന്താണെന്ന് അറിയണം, അല്ലെ ഫിഫ്ത്ത് ഡയമെൻഷൻ എന്താണെന്ന് അറിയണം. അപ്പോൾ ആർക്കും വിശ്വസിക്കാൻ പറ്റൂല. പിന്നെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തോ എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. SMS മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവുമല്ലോ എന്ന് പറയാൻ ലൂസി ഡ്രീംസ് എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമുണ്ട്. അത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ഈ ഡ്രീമിൽ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഡ്രീം സ്ഥിരമായി പരിശീലിച്ചാൽ, ഇതൊരു മെഡിറ്റേഷൻ പോലെ തന്നെ പരിശീലിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ലോകം സൃഷ്ടിക്കാൻ പറ്റും. ആ ലോകത്ത് നമുക്ക് വേണമെങ്കിൽ രാജാവാവാം, വേണമെങ്കിൽ ദൈവമാവാം, എന്തും ആവാം. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അതിലൂടെ സഞ്ചരിക്കാം. അത് പലരും ലൂസി ഡ്രീം ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കുഴപ്പം എന്താ, ലൂസി ഡ്രീമിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ പിന്നെ ആ ലോകത്തിലേക്ക് അയക്കും, നമുക്ക് തിരിച്ചു വരാൻ പറ്റൂല എന്നുള്ള കുറേ. അത് പിന്നെ വിശദമായി വേറൊരു വീഡിയോയിൽ പറയാം. ലൂസി ഡ്രീം എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. പിന്നെ ഹാലുസിനേഷൻ ഉണ്ട്. ഈ സംഭവിക്കുന്ന ഒരു കാര്യത്തിൽ തന്നെ ചില ശാസ്ത്രജ്ഞന്മാർക്കൊക്കെ പറ്റിപ്പോകുന്ന ഒരു സംവിധാനമുണ്ട്.
അതായത് ഒരു സാധനത്ത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ സംവിധാനം എന്താണെന്നുള്ളത് കണ്ടെത്തിയിട്ടേ അടങ്ങൂലൂ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവത്തിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ഥലകാല ബോധം വരും. പിന്നെ നമ്മളൊരു മായാലോകത്തിലേക്ക് ആയിപ്പോവും. ഇങ്ങനെ പറയുന്ന ആ ഹാലുസിനേഷൻ ഇതൊക്കെ വെച്ചിട്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ഈ ലൂസി ഡ്രീം പോലെ തന്നെയാണ് എനിക്ക് എന്ത് തോന്നുന്നു ഈ SMS മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. എന്താ വെച്ചാൽ ഗണപതിനെ കാണുക, മറ്റേ ശിവനെ കാണുക, പിന്നെ കഴിഞ്ഞ കാലത്ത് ഞാൻ ഇന്ന് രാജാവായിരുന്നു എന്ന് പറയുക, പിന്നെ അസുഖം മാറുക, ഇതൊക്കെ ഒരു തരത്തിലൊരു ഡ്രീമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ശാസ്ത്രപരമായിട്ട് ഇന്ന് കണ്ടെത്തിയ ശാസ്ത്രപരമായിട്ടൊന്നും ഇതിന് യാതൊരുവിധ തെളിവുകളും ഇല്ല. അപ്പം നിങ്ങൾ പറയും ശാസ്ത്രത്തിനും അറിയാത്ത കുറേ കാര്യങ്ങൾ എന്തിലുണ്ട്, ഈ ഇതിലുണ്ട്, ലോകത്തുണ്ട്, അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, നിങ്ങൾ ആ തലത്തിലേക്ക് വന്നില്ല എന്നൊക്കെ. ഞാനിപ്പോൾ എൻ്റെ സ്കൂളിൽ പോയി പഠിച്ചതും ഇന്ന് നമുക്ക് അറിയാവുന്ന ഇപ്പോൾ ഈ മൊബൈൽ, ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറ, ഞാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ, ഇതൊക്കെ ശാസ്ത്രലോകം കണ്ടെത്തിയ സാധനം. ഇതിൽ വെച്ചിട്ട് എനിക്ക് മറുപടി പറയാൻ പറ്റും. അല്ലാതെ തെളിവില്ലാത്ത ഒരു സാധനത്തിനെ കുറിച്ചിട്ട് ഞാൻ എങ്ങനെ മറുപടി പറയും? ഞാൻ കോമൺ ആയിട്ട് പറയുന്നതാണ്, ഒരു നോർമലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ന്യൂട്രലായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഈ സംഭവം ഈ ഒന്നും അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. ഈ ഒന്നും അറിയില്ല, ഇവർക്ക് ആർന്ന് കിടന്നും കേട്ട കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ആ കാര്യങ്ങൾ വെച്ചിട്ട് ഇവരെന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടെ വിചാരിക്കുന്നത് ഇതെന്തോ സംഭവമാണ്. അതിലാകെ മുക്കും മൂലം മാത്രമേ ഇവർക്ക് അറിയൂ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കമൻ്റെല്ലാം ഇടുന്നു. അല്ലാണ്ട് ചോദിക്കണം നിങ്ങൾക്ക് ഹിന്ദു മതം എന്താണെന്ന് അറിയില്ല, സനാതന, രണ്ടും ഒന്നാടോ, അത് പറഞ്ഞുതരാം, അതിലേക്കാണ് വരുന്നു. ഓക്കെ, ഇനി അതിലേക്ക് പോവാം. വീഡിയോ കുറേ ലെങ്തി ആയിരിക്കുക, കാരണം ഞാൻ കുറേ പറഞ്ഞു. ഇനി അതും കൂടെ പറയുമ്പോഴത്തെ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് കൃത്യമായി മനസ്സിലാക്കുക. ഒരു 2-3 വട്ടം കണ്ടോ, എന്നിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം എനിക്ക് മറുപടി തന്നാൽ മതി. അല്ലാണ്ട് ഞാൻ തസ്മൈ ശ്രീ ഗുരുജീൻ്റെ SMS മെഡിറ്റേഷനെ കുറിച്ച് പറഞ്ഞത് ഹിന്ദു മതത്തിനെതിരെയാണെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഏടി എത്തുന്നറിയാം നിങ്ങൾ. വിഷയെല്ലാം മാറി മക്കളെ, വിഷയെല്ലാം മാറി മറിഞ്ഞു. ഓക്കെ, നമുക്കെന്നാൽ അതിലേക്ക് പോവാം, വീഡിയോയിലേക്ക് പോവാം. ഹിന്ദുമതം നമുക്ക് ഇതിൻ്റെ ഒരു ശാസ്ത്രീയ വശം നോക്കാം ഇന്ന് കരുതി, അതിൽ നിന്ന് തുടങ്ങാം. ഹിന്ദുമതം ഒരു വ്യക്തി ഉണ്ടാക്കിയതല്ല. അതായത് ക്രിസ്തു മതം എന്ന് പറയുന്നത് ക്രിസ്തു ഉണ്ടാക്കിയതാണ്. ഇസ്ലാം മതം എന്ന് പറയുന്നത് നമ്മളെ മുഹമ്മദ് നബി ഉണ്ടാക്കിയതാണ്. ഓക്കെ, അപ്പോൾ ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ ഒരാൾ ഉണ്ടാക്കിയതല്ല. ഓക്കെ, ഒരു വ്യക്തി ഉണ്ടാക്കിയതല്ല. ക്രിസ്തു മതം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിന് ശേഷം ഉണ്ടായ മതമാണ്. ഓക്കെ, അതായത് ക്രിസ്തു എന്തൊക്കെ പറഞ്ഞോ അത് പിന്നെ ഫോളോ ചെയ്തു പോകുന്ന കുറേ ആൾക്കാർ വന്നു, അങ്ങനെ അത് ക്രിസ്തു മതമായി മാറി. ഇസ്ലാം മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നബീൻ്റെ കാലഘട്ടത്തിന് ശേഷം ഉണ്ടായ മതമാണ് ഇസ്ലാം മതം. അപ്പോൾ നബി എന്താണോ പറഞ്ഞത് അതനുസരിച്ചിട്ട് ഫോളോ ചെയ്ത് നമ്മളെ കാര്യത്തിന് വേണ്ടിയിട്ട് കുറേ മനുഷ്യർക്ക് വേണ്ടിയിട്ട് നബി കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഫോളോ ചെയ്ത് പോകുന്നവരുടെ മതമാണ് ഇസ്ലാം. ഹിന്ദുമതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ, ഒരാളുടെ കാലഘട്ടത്തിൽ ഉണ്ടായ സംഭവമല്ല. ഓക്കെ, കുറേ നേരം ഈ മൊബൈൽ പിടിക്കുമ്പോൾ ഇങ്ങനെ വിറക്കുന്നു, കൈ എന്തോ വിറക്കുന്നു, അതുകൊണ്ട് ഇങ്ങനെ വിറച്ചു പോകുന്നു സ്ക്രീൻ. തണുപ്പുവാണേ, നല്ല മഴയല്ലേ, അത് കാര്യമാക്കണ്ട. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദു മതം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൻ്റെ അല്ല. ഏകദേശം BC 1500 ബിഫോർ ക്രൈസ്റ്റ്, അതായത് ക്രിസ്തുവിന് മുമ്പ് 1500 വർഷങ്ങൾക്ക് മുമ്പോ അല്ലെ 500 വർഷങ്ങൾക്ക് മുമ്പോ രൂപപ്പെട്ടതാണ് ഹിന്ദുമതം എന്ന് കരുതപ്പെടുന്നുണ്ട്. ലിംഗ്വിസ്റ്റുകളുടെയും ആർക്കിയോളജിസ്റ്റുകളുടെയും അങ്ങനെ അവരുടെ എല്ലാം നിരീക്ഷണാർത്ഥം ഇതിങ്ങനെയാണ് തെളിഞ്ഞിട്ടുള്ളത്. ക്രിസ്തുവിനും 1500 വർഷം മുമ്പോ അല്ലെ 500 വർഷം മുമ്പോ രൂപീകരിക്കപ്പെട്ടൊരു മതമാണെന്ന് ഹിന്ദുമതം. ഓക്കെ, അപ്പോൾ അതാണ് ഹിന്ദുമതത്തിനെ കുറിച്ചിട്ട് ശാസ്ത്രീയപരമായിട്ട് പറയുകയാണെങ്കിൽ ഒരു തെളിവ് എന്ന് പറയാൻ പറ്റുമെന്ന് അങ്ങനെ പറയാം. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട
ഹിന്ദു മതത്തിൽ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മളെ പോയിന്റ്. അതായത് നിങ്ങൾക്ക് ഹിന്ദു മതം സനാതന ധർമ്മം എന്താണെന്ന് അറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ, അതായത് ഇപ്പം നമ്മൾ ബൈബിൾ എടുത്തു, അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥമായ ഖുറാൻ എടുത്തു. അപ്പോൾ ഈ ഖുറാനിൽ പറഞ്ഞ കാര്യങ്ങളാണ് എന്ത് ഇസ്ലാം മതം, അല്ലെങ്കിൽ ബൈബിളിൽ പറഞ്ഞതാണ് എന്ത് ക്രിസ്തു മതം. അല്ലാതെ വേറൊരു ആൾ വന്നിട്ട് ഇതൊന്നല്ല, ഈ ബൈബിളിൽ പറഞ്ഞ ഒന്നല്ല ക്രിസ്തു മതം, അല്ലെങ്കിൽ ഖുറാനിൽ പറഞ്ഞ ഒന്നല്ല ക്രിസ്തു മതം, അല്ല ഇസ്ലാം മതം എന്ന് പറഞ്ഞിട്ട് വേറൊരാൾ പറയുന്നത് ഇതാണ് യഥാർത്ഥ മതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? അല്ലെ അവർ സമ്മതിക്കുമോ? ഇല്ല, അവർ സമ്മതിക്കൂല. പക്ഷേ അവർക്ക് ഓൾറെഡി അവർക്ക് എഴുതപ്പെട്ടിട്ടുണ്ട്. മുഹമ്മദ് നബി എന്ന് പറഞ്ഞ ആള് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അള്ളാഹ് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമേ അവർ ചെയ്യുള്ളൂ. അല്ലാണ്ട് വേറൊരാൾ വന്നിട്ട് ഇതാണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എതിർക്കും ആള്. അതേപോലെ ഞാനും ചെയ്തിട്ടുള്ളൂ. നിങ്ങളെ തസ്മൈ ശ്രീ ഗുരുജി പറയുന്നത് ഞാൻ പറയുന്നതാണ് ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ ഞാൻ എതിർക്കും. എന്നുവെച്ചാൽ ഹിന്ദു മതം അതല്ല. ഹിന്ദു മതം എന്ന് പറയുന്നതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് 4 വേദങ്ങൾ, ഉപനിഷത്തുകൾ, അതിൽ 108 വിശദീകരിച്ചിട്ടുള്ളൂ. അതിൽ 108 ഉപനിഷത്തുകൾ, 4 വേദങ്ങൾ, പിന്നെ പുരാണങ്ങൾ, അതായത് ശിവപുരാണം, വിഷ്ണു പുരാണം എന്നൊക്കെ പറയുന്ന പോലെ പുരാണങ്ങൾ, പിന്നെ ഒരുപാട് തത്വശാസ്ത്രങ്ങൾ, അങ്ങനെ കുറേ വരുന്ന കുറേ കാര്യങ്ങളാണ് ഹിന്ദു മതത്തിൻ്റെ പ്രധാനമായിട്ടും കണക്കാക്കപ്പെടുന്നത്. അപ്പം ഇത് വെച്ചിട്ടേ നമുക്ക് ഹിന്ദു മതത്തിനെ നിർവചിക്കാനോ അല്ലെ ഹിന്ദു മതത്തിലുള്ള ഒരാൾ ജീവിക്കാനോ പാടുള്ളൂ. മനസ്സിലായില്ലേ? ഇതിനെല്ലാം മൊത്തമായിട്ട് പറയുന്നതാണ് സനാതന ധർമ്മം എന്നുള്ളത്. ഓക്കെ, പിന്നെ ഇനി സനാതന ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അതെന്താണ് ധർമ്മം? അതായത് ഇതെല്ലാം വഴി ചൂണ്ടുന്നത്, വഴി കാണിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനം ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ ജീവൻ മുക്തി എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് എത്തും. ഇതൊക്കെ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ എന്തെത്തും? ജീവൻ മുക്തി എന്ന് പറഞ്ഞ സംഭവത്തിലേക്ക് എത്തും. മോക്ഷം കിട്ടും. ഈ മോക്ഷം എന്താണെന്നും സനാതനധർമ്മം എന്താണെന്നും എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ എനിക്കറിയുന്നതേ. ഇതിൽ ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ വരാം. എനിക്ക് എൻ്റെ അച്ഛനും മുത്തച്ഛനും പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഉള്ളത്. ഇനി അതിൽ ചിലപ്പോൾ മാറ്റം വരാം. ഓക്കെ, അപ്പം ഞാനത് പറഞ്ഞുതരാം. ഇതെല്ലാം വഴി കൊണ്ടുവന്നത് എന്താ? മോക്ഷത്തിലേക്ക്. അപ്പോൾ ഇതാണ് ഹിന്ദുമതം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതൊന്നല്ല സംഭവം എന്ന് പറഞ്ഞിട്ട് വേറെ ആര് പറഞ്ഞാലും അത് ഹിന്ദു മതത്തിൽ പെടൂല. അത് അവരുടെ മതം മാത്രമാണ്. ഇപ്പോൾ തസ്മൈ ശ്രീ നിങ്ങളെ ഗുരുജി പറയുന്നു അതൊന്നല്ല ഹിന്ദുമതം, ഇതാണ് ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ അത് ഹിന്ദുമതമല്ല. ഇതാണ് ഹിന്ദുമതത്തിൻ്റെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഞാനിനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെയാണ് ഹിന്ദു മതത്തിൻ്റെ ബേസ്. അല്ലാതെ ഇതല്ല ഞാൻ പറയുന്നതാണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ വന്നിട്ട് പറയാന്ന് നബി പറഞ്ഞതൊന്നല്ല കാര്യം, ഞാൻ പറഞ്ഞതാണ് ഇസ്ലാം മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കൂല, ആരും കേൾക്കൂല. എന്നുവെച്ചാൽ അത് നബി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അള്ളാഹു നബിക്ക് കൊടുത്ത കുറേ കാര്യങ്ങളുണ്ട്, എത്തിച്ചു കൊടുത്ത കാര്യങ്ങൾ. അപ്പം അതനുസരിച്ചിട്ട് അത് അവരെ വിശ്വാസത്തിലും അവരെ പോകുന്നു. അതിനെതിർത്ത് പറയാൻ പറ്റുമോ? ഇപ്പം എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല, വേറെ ആർക്കും പറയാൻ പറ്റൂല. ക്രിസ്തു കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതനുസരിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പം അതല്ല, ക്രിസ്തു പറഞ്ഞതല്ല ഇനി ഇതാണ് സംഭവം എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നാൽ അവരും അംഗീകരിക്കൂല. അതുപോലെ തസ്മൈ ശ്രീ ഗുരുജി എനിക്ക് എന്ത് നമ്മളെ ഇയാളെ ഭാഷയെ പറഞ്ഞ പോലെ എന്നാണ് നമ്മളെ ബിഗ് ബോസിൻ്റെ ഒരു ചങ്ങായില്ല, അയാൾ പറഞ്ഞ അമ്മി ഉമ്മി, അത് പറഞ്ഞാൽ അത് അമ്മി ഉമ്മി പറഞ്ഞാലും അത് ഹിന്ദു മതമല്ല, അത് ഹിന്ദു മതത്തിൽ പെടൂല. അയാൾ ഇനി എന്ത് മെഡിറ്റേഷൻ കൊണ്ടുവന്നാലും ഇത് കൊണ്ടുവന്നാലും അത് ഹിന്ദു മതത്തിൽ പെടൂല. ഹിന്ദു മതത്തിൽ ബേസ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇപ്പം ബൈബിളല്ല വേറൊരു സംഭവമാണെന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ക്രിസ്തു മതക്കാരെ ഏറ്റെടുക്കുമോ? ഇല്ല. ബൈബിളാണ് അതിൻ്റെ ആധാരം. ക്രിസ്തു മതത്തിൻ്റെ ആധാരം ബൈബിൾ, ഇസ്ലാം മതത്തിൻ്റെ ആധാരം ഖുറാൻ. അതേപോലെ ഹിന്ദു മതത്തിനും ഉണ്ട് കാര്യങ്ങൾ, വേദങ്ങളുണ്ട്, ഉപനിഷത്തുകളുണ്ട്, പുരാണങ്ങളുണ്ട്. ഇതല്ലാണ്ട് വേറൊരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഏറ്റെടുക്കൂല. യഥാർത്ഥ ഹിന്ദുക്കളാണെങ്കിൽ ഏറ്റെടുക്കൂല. ഓക്കെ, അപ്പം അതാണ് ഞാൻ പറഞ്ഞത്.
ഞാൻ ഹിന്ദു മതത്തിനെതിരല്ല പറഞ്ഞത്, ഞാൻ അയാൾക്കെതിരാണ് പറഞ്ഞത്. അയാൾ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുമുണ്ട് എന്താണ് പറഞ്ഞതെന്നുള്ളത്. ഓക്കെ, ഇനി ഇതെല്ലാം പറഞ്ഞുതരാം. സനാതന ധർമ്മത്തിൽ എന്തൊക്കെ പാലിക്കണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും ഇതെല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സനാതന ധർമ്മം എന്നത് ഹിന്ദു മതത്തിൻ്റെ മറ്റൊരു പേരാണ്. ഇതിൻ്റെ ശരിയായ അർത്ഥം ശാശ്വതമായ ധർമ്മം എന്നാണ്. ഇത് ഹിന്ദുമതത്തിൻ്റെ നിത്യവും സർവകാലവും പ്രബലമായ പ്രമാണങ്ങളെ സൂചിപ്പിക്കുന്നു. സനാതന ധർമ്മത്തിൻ്റെ ചില മുഖ്യ സിദ്ധാന്തങ്ങൾ ഇങ്ങനെയാണ്. വേദങ്ങൾ. സനാതനധർമ്മത്തിൻ്റെ പ്രമാണ ഗ്രന്ഥങ്ങൾ വേദങ്ങൾ, ഉപനിഷത്തുക്കൾ, പുരാണങ്ങൾ എന്നിവയാണ്. ഇവ ഹിന്ദു തത്വചിന്തയുടെയും ആചാരങ്ങളുടെയും അടിസ്ഥാനമാണ്. ധർമ്മം എന്ന് പറയുന്നത്, ധർമ്മം എന്ന് പറഞ്ഞാൽ പുത്രന് പിതാവിനോടുള്ള ധർമ്മം, പുത്രിക്ക് ഭർതൃഗൃഹവുമായുള്ള ധർമ്മം, മാതാപിതാക്കളോടുള്ള ധർമ്മം. ചുരുക്കി പറഞ്ഞാൽ പുത്രൻ എന്ന് പറഞ്ഞാൽ സ്വന്തം ഭാര്യയെയും മാതാപിതാക്കളെയും ഭാര്യയുടെ മാതാപിതാക്കളെയും കൃത്യമായി ശുശ്രൂഷിക്കുക എന്നതാണ് പുത്രൻ്റെ ധർമ്മം. പുത്രിയുടെ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം കഴിക്കുന്ന ഭർത്താവിനെ കൃത്യമായി ശുശ്രൂഷിക്കുക എന്നതാണ്. ഇത് ഇനി മാതാവിൻ്റെയും പിതാവിൻ്റെയും ധർമ്മം എന്ന് പറഞ്ഞാൽ പുത്രനോ പുത്രിയോ ചെറുപ്പകാലങ്ങളിൽ കുട്ടിക്കാലത്ത് കൃത്യമായി അവരെ ശരിയായ ശിക്ഷണങ്ങൾ കൊടുത്ത് വളർത്തുക എന്നതാണ് അവരുടെ ധർമ്മം. ഇത് ശരിയായ രീതിയിൽ പാലിക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ മോക്ഷപ്രാപ്തി, അതായത് ജീവൻ മുക്തി കിട്ടും എന്നതാണ് ധർമ്മം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കർമ്മ എന്ന് പറഞ്ഞാൽ എല്ലാത്തരം പ്രവർത്തനങ്ങൾക്കും അതിൻ്റെ ഫലമുണ്ടെന്ന സിദ്ധാന്തമാണ്. നല്ല പ്രവൃത്തികൾ ചെയ്താൽ നല്ല ഫലവും ദുഷ്ടപ്രവൃത്തികൾ ചെയ്താൽ ദുഷ്ടഫലവും കിട്ടും. സംസാരം, നമ്മൾ സംസാരിക്കുന്ന സംസാരമല്ല, ഇത് സംസാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനന മരണം. ആത്മാവ് ഉന്മൂലനം ഇല്ലാതെ നിരവധി ജന്മങ്ങൾ എടുക്കുന്നതാണ്. അതാണ് സംസാരം എന്ന് പറയുന്നത്. സംസാരത്തിൻ്റെ ഏറ്റവും മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത് ജീവൻ മുക്തി നേടലാണ്. അവസാന ലക്ഷ്യം ജീവൻ മുക്തി നേടലാണ് സംസാരത്തിൻ്റെ അവസാന ലക്ഷ്യം. അതായത് ഇവിടെ ഒരുപാട് ജീവികൾ ജീവിച്ച് മരിക്കുന്നുണ്ട്, അതിൽ മനുഷ്യനും പെടും. ഇവരുടെ അവസാന ലക്ഷ്യം എന്ന് പറയുന്നത് ഹിന്ദുധർമ്മ പ്രകാരം ജീവൻ മുക്തി നേടലാണ്. വിശ്വാസവും ആരാധനയും. ദേവങ്ങളുടെയും ഗുരുക്കളുടെയും പ്രതീക്ഷയുടെയും ആരാധനാ സമ്പ്രദായങ്ങൾ ഇതിൽ നിരവധി ദേവതകൾ, പ്രതിഷ്ഠകൾ ഒക്കെ ഉണ്ട്. ഇതിനെയൊക്കെ ആരാധിക്കുന്നതാണ് വിശ്വാസവും ആരാധനയും. അതായത് നമ്മുടെ ഒരു ആത്മവിശ്വാസത്തിന് അല്ലെങ്കിൽ ഒരു കോൺഫിഡൻറ്റിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, അതായത് ജീവൻ മുക്തിയിലേക്കുള്ള യാത്രയിൽ നമ്മൾ ഒരുപാട് ദേവി ദേവന്മാരെ ഒരുപാട് രീതികളിൽ ഒരുപാട് ആചാരങ്ങളിൽ നമ്മൾ ആരാധിക്കുന്നു. അതിന് ഒരു വിശ്വാസം അത് കൽപ്പിക്കുന്നു. അതാണ് ഈ 33 കോടി ദേവതകൾ എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ഇത്. അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പോകുന്നില്ല, പ്രധാന പോയിന്റുകൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. വിവിധ ജാതി, കുലം, പ്രദേശം എന്നിവയെ ആശ്രയിച്ച് ആചാരങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പൂജ, ഹോമം, ജപം തുടങ്ങിയത് പ്രധാന അനുഷ്ഠാനങ്ങളാണ്. അതായത് ഒരുവൻ ഏത് ജാതിയിലാണോ കുലത്തിലാണോ ജനിക്കുന്നത് ആ കുലത്തിൻ്റേതായ അനുസരിച്ചുള്ള പൂജയും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് വേണം ജീവിക്കാൻ. കൂടാതെ ഞാൻ മുന്നേ പറഞ്ഞ ധർമ്മവും പാലിക്കണം. എന്നാൽ മാത്രമേ അവനെന്ത് കിട്ടുള്ളൂ, മോക്ഷപ്രാപ്തി കിട്ടുള്ളൂ. ഇതാണ് ഹിന്ദുമത പ്രകാരം പറയുന്നത്. ഇനി അവസാനം പറയുന്നത് മോക്ഷം. അതായത് എന്താണ് മോക്ഷപ്രാപ്തി, അതായത് ജീവമുക്തി എന്ന് പറയണ്ടേ, അതും കൂടെ പറയാം. ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും ബ്രഹ്മത്തോടുള്ള സന്തോഷകരമായ യോജിപ്പ്,
ഇതാണ് മോക്ഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ജീവാത്മാവ് പരമാത്മാവ് എന്ന് പറയുന്ന രണ്ട് സംഭവങ്ങളാണ് നമ്മളുടെ. അതായത് ഒരു മനുഷ്യനായാലും ജീവിയായാലും ആരായാലും ജീവാത്മാവും പരമാത്മാവും ഉണ്ട്. അത് എന്താവുന്നു? ബ്രഹ്മത്തോട് യോജിക്കുന്നു, സന്തോഷപരമായി യോജിക്കുന്നു. അതാണ് ജീവൻ മുക്തി, മോക്ഷം എന്ന് പറയുന്നത്. ആ മോക്ഷം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആത്മാവില്ല. ഇനി ആസ്ട്രൽ ബോഡി ആയാലും മറ്റേ ബോഡി ആയാലും ആത്മാവായാലും ജീവാത്മായാലും പരമാത്മായാലും അതില്ല. അത് എന്തായി? എവിടേക്ക് പോയി? ബ്രഹ്മത്തോട് യോജിച്ചു കഴിഞ്ഞു. പിന്നെ അത് ബ്രഹ്മം മാത്രം, പരബ്രഹ്മം മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഈ നമ്മളെ തസ്മൈ ശ്രീ ഗുരുജി പറയുന്നത് പോലെ മരിച്ചുപോയ ഒരാളെങ്ങനെ വേറൊരു ഡയമെൻഷനിൽ നിന്ന് വന്നിട്ട് നമുക്ക് കാണാൻ പറ്റും? കാണാൻ പറ്റില്ല. ഹിന്ദു ധർമ്മപ്രകാരം, സനാതന ധർമ്മപ്രകാരം അങ്ങനെ ഒരു സംഭവം ഇല്ല. അങ്ങനെ ഒരാളെ കാണാൻ പറ്റൂല. അവർ മരിച്ചുപോയി. പിന്നെ എങ്ങനെ അവരെ നമുക്ക്, അതായത് അവർ മോക്ഷപ്രാപ്തിയിൽ ലയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ആത്മാവിന് തിരിച്ചു വരാൻ പറ്റൂല. അവർ എന്തായി? ബ്രഹ്മത്തോട് യോജിച്ചു. ഹിന്ദുമത സനാതന ധർമ്മപ്രകാരം, നിങ്ങൾ പറയുന്ന ഹിന്ദു മതപ്രകാരം അല്ലെ സനാതന ധർമ്മപ്രകാരം അത് ബ്രഹ്മത്തോട് യോജിച്ചു. പിന്നെ എന്തില്ല? ആ ആത്മാവില്ല. പിന്നെ ആ ആത്മാവ് എങ്ങനെയും വേറൊരു ഡയമെൻഷനിൽ പോയി അയാളെ ഞാൻ കണ്ടു എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരാണ്. മോക്ഷപ്രാപ്തി നേടി, ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടു അല്ലെങ്കിൽ ഒരു സിദ്ധരെ കണ്ടു എന്നൊക്കെ പറയുന്നത് അവർ എന്തായി? മോക്ഷപ്രാപ്തി കിട്ടിയിട്ട് അവർ ബ്രഹ്മത്തോട് യോജിച്ചു. പിന്നെ എങ്ങനെ അവർ വേറൊരു ഡയമെൻഷനിൽ പോയി കാണാൻ പറ്റും? അപ്പോൾ അത് ആ ഒരു ചിന്തയെ തെറ്റാണ്. ഹിന്ദു സനാതന ധർമ്മപ്രകാരം ആ ചിന്ത തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ കൃത്യമായി കേൾക്കുക, കൃത്യമായി മനസ്സിലാക്കുക. ഞാൻ പറയുന്നത് ഇത് കൃത്യമായിട്ട് എന്താണ് ഞാൻ പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് അതൊന്ന് ഒരാവർത്തി രണ്ടാവർത്തി ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഏകദേശം മനസ്സിലായി കഴിഞ്ഞാൽ മാത്രം ഇതിൽ കമൻറ്റ് ചെയ്യാം. അല്ലാതെ ഒന്നും അറിയാണ്ട് മുക്കും മൂലയും അറിഞ്ഞിട്ട് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതാണ് എനിക്കറിയാവുന്ന ഹിന്ദുധർമ്മം, അതായത് സനാതന ധർമ്മം. ഹിന്ദുധർമ്മം എന്നാ പറയുക, ഹിന്ദു മതം എന്ന് പറയാറില്ല, ഹിന്ദുധർമ്മം എന്നാ പറയുക. അതും കൂടെ പറയാം. ഹിന്ദു മതം എന്ന് ഒരിക്കലും പറയില്ല. കാരണം എന്താ വെച്ചാൽ ഇത് മതമല്ല, ഒരാളുടെ അഭിപ്രായമല്ല. ഇപ്പോൾ ഒരു ക്രിസ്തുവിൻ്റെ അഭിപ്രായം, അതായത് അത് ഫോളോ ചെയ്യുന്നവരാണ് ക്രിസ്തു മതക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അതുപോലെ ഒരാളുടെ അഭിപ്രായമല്ല ഇത്. ഹിന്ദുധർമ്മം, സനാതന ധർമ്മം എന്ന് പറയുന്നത്, അതായത് സനാതന ധർമ്മം എന്ന് പറയുന്നതും ഹിന്ദുധർമ്മം എന്ന് പറയുന്നതും ഒന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ കമൻറ്റ് കണ്ടുകൊണ്ട് മാത്രമാണ് ഇത്രയും പറഞ്ഞത്. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് എനിക്കെതിരെ കമൻറ്റ് ഇട്ടോ, യാതൊരുവിധ പ്രശ്നമില്ല. ഇതിൽ തെറ്റുണ്ടെങ്കിൽ അതും പറയാം, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. കാരണം എന്താ വെച്ചാൽ തെറ്റുകുറ്റങ്ങളില്ലാത്ത മനുഷ്യന്മാരില്ല. എല്ലാവരുടെ കയ്യിലും തെറ്റുപറ്റും, എല്ലാവർക്കും തെറ്റുപറ്റും. മനുഷ്യനായി പറഞ്ഞ എല്ലാവർക്കും തെറ്റുപറ്റും. ജീവികളായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റുപറ്റും, അതങ്ങനെയാണ്. ഓക്കെ, തെറ്റുപറ്റാത്ത ഒരാളുമില്ല. അപ്പോൾ തെറ്റും എന്തും കൊണ്ടെങ്കിൽ പറഞ്ഞോ. പക്ഷേ എങ്ങല്ലാണ്ട് നിനക്കറിയാത്ത കാര്യത്തിനെക്കുറിച്ച് എനിക്കറിയുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇത്രയും വിശദീകരിച്ച് പറഞ്ഞത്. അറിയാത്ത കാര്യമൊന്നുമല്ല, അറിയുന്ന കാര്യമാണ്. എനിക്കറിയുന്ന കാര്യത്തിൽ എന്തില്ല, ഈ പറഞ്ഞതൊന്നല്ല. തസ്മൈ ശ്രീ ഗുരുജി പറയുന്ന ഹിന്ദു മതത്തിൽ ഇതുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എതിർക്കും. ഹിന്ദു മതത്തിൽ ഇങ്ങനെയൊരു സംഭവമില്ല. അത് അയാൾ കണ്ടുപിടിച്ചതാണ്, അത് അയാളുടെ മതമാണ്. അയാളത് ചെയ്തോട്ടെ, എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. പക്ഷേ എന്തുണ്ട്, ഞാൻ പറയാം അത് ഹിന്ദു മതത്തിലല്ല. ഓക്കെ, ഹിന്ദു മതം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് നോക്ക്. അതിൽ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിച്ചോ. നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചോദിച്ചോ, അത് എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞോ. അതിനൊരു മാന്യതയുണ്ട്. അല്ലാണ്ട് തല്ലും കുത്തും കൊല്ലും ഈ തസ്മൈ ശ്രീ ഗുരുജീൻ്റെ അഹിംസ പരമോധർമ്മ എന്ന് പറഞ്ഞ് നടക്കുന്ന തസ്മൈ ശ്രീ ഗുരുജീൻ്റെ അനുയായികളാണ് പറയുന്നത് തല്ലും കുത്തും കൊല്ലുന്നു. എന്താ അഹിംസയാണ് ഇവർക്കുള്ളത്? ഇവർക്ക് എന്താ അഹിംസയാണ് ഉള്ളത്? പറഞ്ഞ് വായിക്കുന്നില്ല. അയാളൊരു പച്ചപ്പാവ്. അയാൾ ഇൻ്റർവ്യൂ എല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. ആ പുള്ളി പറയുന്നത് അയാളെ അനുസരിച്ചിട്ട് കുറച്ച് കറക്റ്റാണ്. അയാൾ അങ്ങനത്തെ ഇതിനൊന്നും പോകുന്നില്ല.
അയാൾ പറയുന്നത് ഓക്കെ നിങ്ങൾ വാ ഞാൻ കാണിച്ചു തരാം. അയാൾ പറയുന്നത് നിങ്ങൾ വാ ഞാൻ കാണിച്ചു തരാമെന്ന് പറയുന്നത് അത് ഓക്കെ. അയാളെ മതപ്രകാരം അത് ശരിയാണ്. അയാൾ പറഞ്ഞതിൽ എന്താണ് തെറ്റെന്ന് ഞാൻ ചൂണ്ടിക്കാട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡയമെൻഷൻ്റെ കാര്യമാണ്. ഞാൻ മോക്ഷം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ നിങ്ങൾ ഇതിലേക്ക് പരബ്രഹ്മത്തിന് ഒരു കാലത്തും കാണാൻ പറ്റൂല എന്നാണ് പറയുന്നത്. മോക്ഷം കിട്ടാത്ത ഒരാത്മാവിന് ഒരു കാരണവശാലും പരബ്രഹ്മത്തിനെ കാണാനോ അതിലേക്ക് ലയിക്കാനോ പറ്റില്ല എന്നാണ് സനാതനധർമ്മപ്രകാരം പറയുന്നത്. അതാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. പിന്നെ അതെങ്ങനെ ഈ മോക്ഷം കിട്ടാത്ത ഒരാത്മാവ് പരബ്രഹ്മത്തിനെ കാണുക, അതായത് ദൈവങ്ങളെ കാണുക? ദൈവങ്ങളെ കാണാൻ പറ്റൂല. മോക്ഷം കിട്ടാത്ത ഒരാത്മാവിന് ഇനി എന്ത് ചെയ്താലും എന്ത് കാണാൻ പറ്റൂല? ദൈവങ്ങളെ കാണാൻ പറ്റൂല. അപ്പം പിന്നെ ഇയാൾ പറഞ്ഞു കൊടുത്ത SMS മെഡിറ്റേഷൻ പ്രകാരം എങ്ങനെ ശിവനെയും പാർവതീനെയും യേശുക്രിസ്തുവിനെയും അള്ളാഹുവിനെയും ഒക്കെ കാണാൻ പറ്റൂല. ഖുറാനിൽ തന്നെ പറയുന്നുണ്ട് അള്ളാഹുവിനെ കാണാൻ പറ്റൂല എന്നുള്ളത്. ബൈബിളിൽ പറയുന്നുണ്ട് ഇങ്ങനെ കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒത്തു നോക്ക്, അല്ലെങ്കിൽ അത് അറിയുന്നവരാരോടെങ്കിലും ചോദിച്ചു നോക്ക്. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഞാൻ അവരോടൊക്കെ അന്വേഷിച്ചിട്ടുണ്ട് ഇങ്ങനെ കാര്യങ്ങളുണ്ടോയെന്ന്. അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇല്ല എന്ന് പറ്റൂല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി അവർക്ക് തെറ്റിയതാണോ എന്ന് പറയാൻ പറ്റൂലേ, എനിക്കും തെറ്റിയതാണോ എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, തെറ്റുകുറ്റങ്ങൾ എല്ലാവർക്കും സംഭവിക്കും. പക്ഷേങ്കിൽ സനാതനധർമ്മപ്രകാരം മോക്ഷം കിട്ടാത്ത ഒരാത്മാവിന് ഒരു കാരണവശാലും എന്ത് സംഭവിക്കില്ല? പരബ്രഹ്മത്തെ കാണാൻ പറ്റൂല, അതായത് ദൈവത്തിനെ കാണാൻ പറ്റൂല. ഏത് ദൈവമായിക്കോട്ടെ പരബ്രഹ്മത്തിൽപ്പെടുന്നതാണ് കാണാൻ പറ്റൂല. പിന്നെ വേറൊരു ഡയമെൻഷനിൽ പോയിട്ട് നമ്മളെ സ്ഥൂല ശരീരമോ അല്ലെ സൂക്ഷ്മ ശരീരമോ എങ്ങനെ പോയിട്ട് വേറൊരു പരബ്രഹ്മത്തിനെ കാണുമെന്ന് പറയുന്നത് കാണാൻ പറ്റൂല. ഹിന്ദു സനാതനധർമ്മപ്രകാരം അത് തെറ്റാണ്. ഞാൻ അതും പറഞ്ഞുതരാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.